ഫൈലിംഗ് ഫോർ ലവ് എന്ന് പറഞ്ഞ പുതിയ ഡ്രാമയുടെ സെക്കൻഡ് എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് ചാനൽസിൽ ഇല്ലാത്ത ഡ്രാമാസ് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം നോ ഓഫീസിലേക്ക് വരുമ്പോൾ എല്ലാവരും അവനെ നോക്കി ചിരിക്കുന്നതായിട്ടും അടക്കം പറയുന്നതായിട്ടും ഒക്കെ അവന് തോന്നും. ഹീജോൺ കഫേയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാം ഓക്കെ ആണോ എന്ന് അവിടുത്തെ പെൺകുട്ടി അവനോട് ചോദിക്കും. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് അവൻ ചോദിക്കുന്നുണ്ടേ, അല്ല കഴിഞ്ഞ ദിവസം കമ്പനിയുടെ ഫ്രണ്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നടന്ന കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പുതിയൊരു നിക്നെയിമും കിട്ടിയിട്ടുണ്ട്. ഹെമോ ഫെയിൻഡർ എന്നാണ് പുതിയ പേരെന്നും ആ പെൺകുട്ടി പറഞ്ഞു കൊടുത്തു. അത് കേട്ട് തകർന്നു വരുന്ന അവന്റെ അടുത്ത് നേരത്തെ ടീമിലുണ്ടായിരുന്ന കൊളീഗും വന്ന് കളിയാക്കി സംസാരിക്കും. അതിനുശേഷം VP-യുടെ സെക്രട്ടറിയും ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കും. ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ ഇനിയും അവനെ കളിയാക്കും. ഇയാളെ കണ്ട സന്തോഷത്തിന് ഞാനിപ്പോൾ ചിലപ്പോൾ ബോധം കെട്ട് വീഴും എന്ന് അവൾ പറയുമ്പോൾ ഇത് കളിയാക്കാൻ പറ്റിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് അവൻ തിരിച്ചു ചോദിക്കും. എന്താ പ്രശ്നം? ഇയാളുടെ ബോഡിയിൽ യാതൊരു സ്ക്രാച്ചും ഇല്ലാതെ നിൽക്കുന്നതിന് കാരണം ഞാൻ ഇയാളെ ഇങ്ങനെ പിടിച്ച് നിർത്തിയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു. എന്റെ കൈ ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ സോങ്ങിന്റെ കാര്യത്തിൽ പുതിയൊരു റിപ്പോർട്ട് തരാമെന്ന് പറയും. അതിനൊന്നും ആവശ്യമില്ല, ആ കേസ് ഞാൻ ക്ലോസ് ചെയ്തു എന്ന്. സോങ്ങിനെ കമ്പനിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് അയാൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് അയാൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. VP-യുടെ ഫ്രണ്ടിൽ അതിനെപ്പറ്റി പ്രസന്റ് ചെയ്യാൻ വരെ അയാൾക്ക് അവസരം കിട്ടുന്നുണ്ട്. എന്നാൽ ആ പെൺകുട്ടിയെ ദൂരെയുള്ള ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിലേക്ക് അവരെ ഡിമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതറിയുമ്പോൾ മോറലി ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നോ അവളുടെ അടുത്ത് തർക്കിക്കും. അയാളാണ് കൂടുതൽ ഡാമേജ് വരുത്തിയത്. അയാളുടെ കല്യാണം കഴിഞ്ഞായിരുന്നു, പെൺകുട്ടി സിംഗിൾ ആണ്. ഈ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എന്തിനാണ് മോറൽസിനെ പറ്റി സംസാരിക്കുന്നത്? കമ്പനിയുടെ മോറൽ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ലാഭം കൊണ്ടുവരുന്ന ആരാണെന്നാണ് നോക്കുന്നത്. സോങ് അങ്ങനെ ഒരാളായിരുന്നു. അയാൾക്ക് കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് കൈകാര്യം ചെയ്യുകയാണ്. ആ പെൺകുട്ടി ആവട്ടെ ആ പ്രോജക്റ്റിന്റെ ഒരു ഭാഗം മാത്രമേ ആയിരുന്നുള്ളൂ. കമ്പനിക്ക് ലാഭം കൊണ്ടുവരുന്ന ആരാണെന്ന് നോക്കുകയാണ് നമ്മളുടെ ശരി. വേറൊന്നും ഇവിടെ നോക്കേണ്ട കാര്യമില്ല. നമ്മള് ജഡ്ജും പോലീസ് ഓഫീസറും ഒന്നും അല്ല അവർക്ക് ശിക്ഷ വാങ്ങി കൊടുക്കാനൊക്കെ. ഇയാൾ എന്താ അങ്ങനെ എന്തെങ്കിലും ആസ്പെക്റ്റില് ശിക്ഷ കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇയാളുടെ തെറ്റാണ്. ഇയാളെ കാണുന്ന പോലെ അല്ലല്ലോ. ഇയാള് ആള് നെയ്വാണല്ലോ എന്നും കൂടി അവള് ചോദിക്കുന്ന കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരും. അത് അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാണ് എന്നെ ഈ ടീമിലേക്ക് എടുത്തത്? ഞാൻ നെയ്വാണെങ്കിൽ ഈ ജോലി ഒന്നും ചെയ്യാൻ പറ്റിയ ആളല്ലല്ലോ. ഈ ടീമിലേക്ക് എന്നെ മാറ്റാനുള്ള റീസൺ എന്താണെന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഈ ജോലി ചെയ്യാൻ പറ്റിയ ആൾ ഇയാളാണെന്ന് അവള് വീണ്ടും മറുപടി പറയും. ഇയാള് വിഷമിക്കണ്ട, അയാളുടെ സാലറി എന്തായാലും കമ്പനി കട്ട് ചെയ്യും. അയാളുടെ റെപ്യൂട്ടേഷനെ ഇത് ബാധിച്ചിട്ടുണ്ട്. അടുത്ത പെർഫോമൻസ് ഇവാലുവേഷന് അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അയാൾക്ക് മാർക്ക് എടുത്തോളൂ. അതും പോരാഞ്ഞിട്ട് അയാളുടെ വൈഫിനെയും ഡിവോഴ്സിന് കൊടുക്കുവാണെങ്കിൽ ലീഗലി കമ്പനിയുടെ ഭാഗത്തുനിന്ന് അയാൾക്ക് പ്രശ്നം ഉണ്ടാവും. കഴിഞ്ഞു പോയ കേസിനെ കുറിച്ച് ഇനി അയാൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അടുത്ത കേസ് ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ്. അതെങ്കിലും ഇയാൾ നന്നായിട്ട് ചെയ്യണമെന്ന് അവൾ പറഞ്ഞു. കമ്പനിയുടെ ബേസ്മെന്റ് പാർക്കിംഗ് ലോട്ടില് സോണഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അത് ഒരുപാട് അകത്തേക്ക് ആയതുകൊണ്ട് ആരും അവിടെ അങ്ങനെ പാർക്ക് ചെയ്യാറില്ല. പക്ഷെ കപ്പിൾസ് രഹസ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന സ്ഥലം അതാണ്. അവിടെ ഒരുപാട് ഇമ്മോറൽ ആയിട്ട് കാര്യങ്ങൾ നടക്കാറുണ്ടെന്നൊക്കെ കമ്പനിയുടെ സൈറ്റിൽ ഒരുപാട് പേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഈ ഒരു സ്ഥലത്തെ പറ്റി അറിയാം. വെറും റൂമേഴ്സിനെ ബേസ് ചെയ്ത് അന്വേഷിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവരിതിനെ പറ്റി അറിയാൻ സാധ്യതയുള്ള സെക്യൂരിറ്റി ഗാർഡ്സിന്റെ അടുത്തും ക്ലീനിങ് ലേഡീസിന്റെ അടുത്തൊക്കെ കാര്യങ്ങൾ പോയി ചോദിക്കുമ്പോൾ സത്യമാണെന്ന് അവരെല്ലാം കൺഫേം ചെയ്യും. അന്നനോ വീട്ടിൽ വന്ന് TV ഒക്കെ കണ്ടോണ്ടിരിക്കുമ്പോൾ VP-യുടെ സെക്രട്ടറി ആയിട്ടുള്ള മിസ് പാർക്ക് അവിടേക്ക് വരും. നോയുടെ എക്സ് ഗേൾഫ്രണ്ട് ആണ് അവള്. അവള് തന്നെയാണ് ഡേറ്റ് ചെയ്യാമെന്ന് സജസ്റ്റ് ചെയ്യുന്നതും. പക്ഷെ കുറച്ചുനാൾ കഴിയുമ്പോൾ അവനോടൊന്നും പറയാതെ ബ്രേക്കപ്പ് ആയി പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷമാണ് അവര് കണ്ടുമുട്ടുന്നത്. നീ എന്തിനാണ് വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നത്? നിനക്ക് വീണ്ടും ഡേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് അവൻ ചോദിക്കുമ്പോൾ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് അവൾ തിരിച്ചു ചോദിക്കും. ഇല്ലാന്ന് അവൻ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ സമ്മതം ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അവള് ലഗേജും എല്ലാം ആയിട്ട് അകത്തേക്ക് ചെല്ലും. ഞാൻ കുറച്ച് നാൾ ഇനി ഇവിടെ താമസിക്കാൻ പോവാണ്. ഇപ്പോൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് മാറേണ്ടി വന്നു. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടും ഒന്നും എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നാള് ഞാൻ ഇവിടെ കാണുമെന്ന് പറയും. അതെങ്ങനെ ശരിയാവും? ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയല്ലേ. അപ്പൊ നീയും കൂടി ഇവിടെ താമസിക്കാനൊന്നും പറ്റത്തില്ല. നിനക്ക് എന്തോ അത്ര ബോധമില്ലേ? ഞാൻ ഏതെങ്കിലും ഹോട്ടലില് നിനക്ക് സ്റ്റേ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ നമ്പർ നോക്കാനായിട്ട് തുടങ്ങുന്നുണ്ടേ. അതിന്റെ ആവശ്യമില്ല, എനിക്ക് അത്രയും പൈസയൊന്നും ചെലവാക്കാനായിട്ടില്ല. എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹോട്ടലിലൊക്കെ താമസിക്കുന്നത്? നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഏതെങ്കിലും സോനയിലോ അല്ലെങ്കിൽ റോഡ് സൈഡിലോ ഒക്കെ പോയി താമസിച്ചോളാം. ഇനി ഗ്രീപ്പി ആയിട്ടുള്ള ആളുകൾ വല്ലതും എന്നെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? എനിക്ക് അവരുടെ കൂടെ പോകാനേ നിവൃത്തിയുള്ളൂ. എനിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. അങ്ങനെ പിക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിക്കൊക്കെ ഇവള് സംസാരിക്കുമ്പോൾ അവിടെ നിന്നോളാനായിട്ട് അവൻ സമ്മതിക്കും. പക്ഷെ എത്രയും പെട്ടെന്ന് മാറാനായിട്ട് ശ്രമിച്ചോണമെന്നും പറയും. അവന്റെ എക്സ് ഗേൾ ഫ്രണ്ട്സ് എല്ലാം അവനെ ഒരു പുഷ് ഓവർ ആയിട്ടാണ് കാണുന്നത്. അവനെ അത്ര സീരിയസ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. മിസ് ഡു കാരണം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേന്ന്
മിസ് പാർക്ക് അവനോട് ചോദിക്കും, എന്നെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാഞ്ഞിട്ടാണ്, ഞാൻ എത്ര നല്ലൊരു പെർഫോമർ ആയിരുന്നു എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളും, അന്നേരം എന്നെ ഈ ടീമിൽ നിന്ന് മാറ്റും എന്നൊക്കെ അവൻ പറയും. ശരിക്കും ഞാൻ ഹയർ ഒഫീഷ്യൽസ് ഒക്കെ ഇൻവോൾവ് ആവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ മാറ്റരുതെന്നൊക്കെ ഇവൻ ഓൾറെഡി എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇയാള് ആ ഡോക്യുമെന്റ്സ് എല്ലാം എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ നോക്കിക്കോളാം എന്ന് അവൾ പറയുന്നുണ്ടേ. അത് ഞാൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഇവൻ മറുപടി കൊടുക്കും. ഇയാൾ എന്താ വിചാരിച്ചത്, ഇയാളില്ലെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കത്തില്ലെന്നാണോ? ഇയാളെ വെറും ഒരു എംപ്ലോയി ആണ്, ആർക്ക് വേണമെങ്കിലും ഇയാളെ റീപ്ലേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ കളിയാക്കി ചിരിക്കുകയും കൂടി ചെയ്യും. എന്നാൽ എന്തിനാണ് അഫയേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ എന്നെ എടുത്തതെന്ന് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്ന് അവൻ പറയുമ്പോൾ, നീയാണ് അത് ഹാൻഡിൽ ചെയ്യാൻ ബെസ്റ്റ് എന്ന് മിസ് പാർക്കും പറയും. ഇനിയും ഇതേ കാര്യമാണ് പറഞ്ഞതെന്ന് നോക്കുന്നുണ്ടേ. എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. രണ്ടുപേരും സ്നേഹത്തിലാണ് എന്നറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് ഇമ്മോറൽ ആണെങ്കിൽ അന്വേഷിക്കാനല്ലേ പറഞ്ഞുള്ളൂ, അത് അന്വേഷിക്കാൻ നീ തന്നെയാണ് ബെസ്റ്റ് എന്ന് അവൾ വീണ്ടും പറയുമ്പോൾ ഇവന് പെട്ടെന്ന് സംശയം തോന്നും. ഇവനും പഴയ ഗേൾഫ്രണ്ടും കൂടി ആ സ്റ്റെയർകേസിന്റെ അവിടെ നിന്നപ്പോൾ ആരോ കണ്ടായിരുന്നല്ലോ, അതിനി ഇനിയെങ്ങാനും ആണോ എന്നുള്ള സംശയമാണ് അവന്. കാരണം വൈറ്റ് ഷർട്ടായിരുന്നു, ബ്ലാക്ക് സ്കേർട്ടായിരുന്നു, മീഡിയം ലെങ്ത് ഉള്ള ഹെയർ ആയിരുന്നു. ആണോ അല്ലയോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവനിങ്ങനെ പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുന്നുണ്ടെ നോക്കുമ്പോൾ അത് ഏകദേശം യൂണിഫോം പോലെയാണ്. അങ്ങോട്ടേക്ക് വരുന്ന മിക്കവാറും പേരുടെ ഡ്രസ്സിന്റെ കളറൊക്കെ അങ്ങനെ തന്നെയാണ്, അവരുടെയൊക്കെ മുടിക്ക് ഏകദേശം അത്രയൊക്കെ നീളം തന്നെയാണ്. അപ്പം ശരിയാകാനും ആകാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി ഒരു പക്ഷെ കണ്ടിട്ടായിരിക്കുമോ ടീം മാറ്റി എന്നുള്ള സംശയം അവന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഇനി അവിടെ നേരിട്ട് ചോദിക്കാനായിട്ട് തീരുമാനിക്കും. എന്നാൽ അന്നത്തെ കാര്യങ്ങളൊക്കെ കണ്ടോ എന്ന് ചോദിക്കാനും വയ്യ, അതുകൊണ്ട് പുതിയ കേസിനെ പറ്റി മാത്രമേ സംസാരിക്കത്തുള്ളൂ. അവിടെ കാർ പാർക്ക് ചെയ്ത് ഒളിഞ്ഞിരുന്നിട്ട് ആരെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് നേരിട്ട് പോയി കണ്ടുപിടിക്കാനാണ് ഇന അവനോട് പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും നല്ലൊരു കമ്പനിയിൽ ജോലി വാങ്ങിയത് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാനാണോ എന്നുള്ള രീതിക്ക് അവൻ ടീംമേറ്റിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, പക്ഷെ ടീംമേറ്റ് പറയുന്നത്, ഞാൻ ഇയാളെ പോലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിച്ചതല്ല, എന്റെ കഴിവുകൊണ്ടുമല്ല എനിക്ക് ഇവിടെ കിട്ടിയത്. ഈ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഫാക്ടറി ഞങ്ങളുടെ ഏരിയയിൽ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പേർക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് എന്നെ ഇവിടെ എടുത്തത്. പിന്നെ എല്ലാരും അസൂയയോടെ കാണുന്ന ഒരു വലിയ കമ്പനിയില് ഏറ്റവും നല്ല ടീമായ ഓഡിറ്റ് ടീമിൽ ജോലി ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ച് അഭിമാനമുള്ള കാര്യമാണ്. അത് ഇവിടെ 3 ടീംസ് ഉണ്ട്, അവരെന്ത് ജോലിയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്നും പുറത്തുള്ള ആളുകൾക്ക് അറിയത്തില്ല. കമ്പനിയിൽ തന്നെ ഓഡിറ്റ് ടീം, അതിപ്പോ ഏത് ടീമാണെങ്കിലും ആളുകൾ അസൂയയോടെയാണ് നോക്കുന്നത്. അങ്ങനെയുള്ള ഒരു ടീമിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെ സന്തോഷമുള്ള കാര്യമാണെന്നാണ് ജൂനിയർ ആയിട്ടുള്ള ടീം മെമ്പർ അവന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെയൊന്നും നോ അതുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുന്നുണ്ടേ ജോയിൻ ചെയ്ത ദിവസം എന്ത് ഡ്രസ്സാണ് ഇട്ടിരുന്നത് ഓർമ്മയുണ്ടോ എന്ന് അവൻ ടീം മെമ്പറിന്റെ അടുത്ത് ചോദിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ബ്ലാക്ക് കളറിലെ ഷർട്ട് ആയിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവന് സമാധാനമാവും. അല്ല, ഇനി ബ്ലാക്ക് ആയിരുന്നോ? അല്ലല്ലോ, ഫുൾ ബ്ലാക്ക് അല്ലായിരുന്നു, വൈറ്റ് കളറിലെ ഷർട്ട് ആയിരുന്നു. അതോ ഇനി ബ്ലാക്ക് ആണോ? അല്ലല്ല, വൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനെയും കൂടി കൺഫ്യൂഷൻ ആക്കും. ഇവന് പിന്നെയും സംശയവും. കോഫി വാങ്ങാൻ ഇറങ്ങിയിട്ട് ഇവൻ വീണ്ടും പോകുന്ന ആ സ്റ്റെയർകേസിന്റെ അവിടേക്കാണ്. എന്നാലും കണ്ടു കാണോ, അവിടുന്ന് തുറന്നു വന്നപ്പോഴത്തേക്കിനും അത് മിസ് ജൂ തന്നെ ആയിരിക്കുമോ? നീ അല്ലെങ്കിൽ തന്നെ ഞാൻ പേടിക്കുന്ന എന്തിനാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തിരിച്ചു പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. പെട്ടെന്ന് വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വരും. ഇവൻ ഞെട്ടിപ്പോവും. ഞാനിങ്ങോട്ട് വന്നത് കണ്ടോണ്ട് ഇയാളെന്തിനാണ് ഇങ്ങനെ ഞെട്ടുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ, അല്ല പെട്ടെന്നായതുകൊണ്ട് പേടിച്ചതാണെന്ന് അവൻ പറയും. അതെന്താ, എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ലേ, അതോ വാതിൽ നോക്ക് ചെയ്തിട്ട് വരണമായിരുന്നു? ഓ, അന്നത്തെ പോലെ എന്തോ പരിപാടിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇവള് ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ അന്ന് അവിടെ സംഭവിച്ചത് മുഴുവൻ അവൾ കണ്ടു എന്ന് നോയ്ക്ക് മനസ്സിലാവും. അന്ന് അവൻ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ഡ്രസ്സൊക്കെ നേരെ പിടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ അവന്റെ ഷർട്ടും പിടിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അന്ന് അവിടെ നടന്നത് മുഴുവൻ കണ്ടിട്ട് തന്നെയാണ് ടീം മാറ്റിയതെന്ന് നോയ്ക്ക് മനസ്സിലാവും. അവൻ അവിടുന്ന് വരുന്നത് മിസ് പാർക്കിന്റെ ഫ്രണ്ടിലേക്കാണ്. കാരണമാണോ നീ ഇങ്ങനെ പകുതി ജീവൻ പോയതുപോലെ നടക്കുന്നതെന്ന് അവൾ ചോദിക്കും. ഓഫീസിൽ വെച്ച് എൻ്റെ അടുത്ത് സംസാരിക്കരുത്, പരിചയം കാണിക്കരുതെന്നൊക്കെ അല്ലേ നീ എന്നോട് പറഞ്ഞതെന്ന് നോ തിരിച്ചു ചോദിക്കും. ഇപ്പൊ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, നമ്മൾ രണ്ടുപേരും തനിച്ചല്ലേ ഉള്ളൂ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഡയറക്ടർ കിമ്മിന്റെ VP ആയിട്ടുള്ള മീറ്റിംഗ് ക്യാൻസലായി, അയാള് കമ്പനിക്ക് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവള് പോകുന്നത്. അവൻ അന്നേരം തന്നെ ഫോൺ ചെയ്ത് എവിടെയുണ്ടെന്ന് ചോദിച്ചിട്ട് അയാളെ കാണാനായിട്ട് ചെല്ലും. അന്ന് VPയുടെ മീറ്റിങ്ങിന് വന്ന അതേ ആളാണ്. സീനിയർ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ്സിന്റെ അടുത്തും എല്ലാം വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ആരെയും പേടിയില്ല. എന്താ അങ്ങനെ ഒരു സ്വഭാവം എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത്രയും മിടുക്കനായ നിന്നെ എന്തിനാണ് ടീം 3ലേക്ക് മാറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ പെൺകുട്ടി അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ള രീതിക്കൊക്കെ അയാള് കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നത് ഇവനും അങ്ങ് ആശ്വാസമാവും. സീനിയർ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അങ്ങനെ തന്നെയാണല്ലേ സംസാരിക്കുന്നത്, ആരെയും പേടിയില്ലെന്ന് തോന്നുന്നു, എന്താണെന്നറിയത്തില്ല. അപ്പോൾ ചിലപ്പോൾ അധികാരമുള്ള ആളുകളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്കിപ്പോ ഇങ്ങോട്ടേക്ക് വരാനോ ജോലി ചെയ്യാനോ ഒന്നും തോന്നുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ അവൻ സംസാരിക്കുമ്പോൾ
ഞാനിത് പുറത്താരോടും പറഞ്ഞിട്ടില്ല. ഒരു ടീം ഫോം ചെയ്യുവാണ്, അതിലേക്ക് നിന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും മിടുക്കനായ നിന്നെ എന്തായാലും എന്റെ ടീമിൽ എനിക്ക് വേണം. അതുകൊണ്ട് നിനക്ക് എത്രയും പെട്ടെന്ന് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുമെന്ന് അയാൾ ഉറപ്പ് കൊടുക്കും. അത് കേൾക്കുമ്പോഴത്തേക്കും അവൻ അങ്ങ് സന്തോഷവും. പിറ്റേ ദിവസം രാവിലെ എന്റെ സജഷൻ പ്രസിഡന്റ് അപ്രൂവ് ചെയ്തു. ഉടനെ തന്നെ നിനക്ക് ആ ടീമിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ കിം അവന് മെസ്സേജ് അയക്കും. ആ സന്തോഷത്തിലാണ് അവൻ അന്ന് ഓഫീസിലേക്ക് ചെല്ലുന്നത്. പിന്നെ നോക്കുന്നുണ്ട് ഇവൻ പാട്ടൊക്കെ പാടി ചിരിച്ചുകൊണ്ട് കയറി വരുവാണ്. രാവിലെ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് അവൾ ചോദിക്കും. നല്ല ക്ലൈമറ്റ് ഒക്കെ അല്ലേ, എന്തിനാ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കുന്നുണ്ടേ. അല്ല, ഞാനിത് ജോലി ഏൽപ്പിച്ചായിരുന്നു, അതിൽ വലിയ പ്രോഗ്രസ് ഒന്നും കണ്ടില്ല. അതത്ര ഇമ്പോർട്ടന്റ് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഓൾ ടീമിൽ അങ്ങനൊന്നുമില്ല. എന്ത് ജോലി ഏൽപ്പിച്ചാലും അതെല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സോടുകൂടി അത് ചെയ്യണമെന്ന് അവൾ പറയും. എന്തായാലും അധികം ദിവസം ഞാനിവിടെ നിൽക്കുന്നില്ലല്ലോ, ഉടനെ തന്നെ പോകാൻ പോവല്ലേ, എന്ത് പറഞ്ഞാലും അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം, അങ്ങ് ചെയ്തേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് ശരി ഞാൻ ഉടനെ തന്നെ പോകാൻ പോവാണ്, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒളിച്ചിരുന്ന് എല്ലാവരെയും വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ തന്നെ കാർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആ മറുപടിയും കൊടുക്കും. അന്നേരം നോയുടെ ടീം ലീഡർ അങ്ങോട്ടേക്ക് വരും. അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയിൽ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. അതിൽ വിൻ ചെയ്യാത്ത ആളുകളൊക്കെ രാവിലെ മുതൽ വിളിച്ചിട്ട് കംപ്ലൈന്റ് പറയുവാണ്. നിങ്ങൾ ശരിക്കും അങ്ങനെയൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നോ? ആർക്കെങ്കിലും നിങ്ങൾ പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ് നിങ്ങൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ടീമിലെ ബാക്കി എല്ലാവരും ബിസിയാണ്. എന്തായാലും നോയ്ക്ക് അസൈൻ ചെയ്ത ജോലിക്ക് നോയ്ക്ക് പോയേ പറ്റുള്ളൂ. പക്ഷെ അതിനൊരു പാർട്ണർ വേണം, അതിനിപ്പോൾ ആരും ഒഴിവില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും അതിന് ഏറ്റവും പറ്റിയ ആൾ ഇവിടെ തന്നെ നിൽക്കുകയല്ലേ, മിസ്ഡു ഉണ്ടല്ലോ എന്ന് അവൻ ടീം ലീഡർ അടുത്ത് പറയും. അയാൾക്കാണെങ്കിൽ ഇവളുടെ ഫ്രണ്ടിൽ വെച്ച് ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെ എന്നുള്ള രീതിയാണ്. അവനുടനെ മിസ്ഡുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഇവിടെ എല്ലാ ജോലിയും ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്നല്ലേ പറഞ്ഞത്, ഇത് എൻ്റെ കൂടെ വന്ന് ചെയ്യുന്നത് എന്തെങ്കിലും കുറച്ചിലായിട്ട് വല്ലതും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. ടീം ലീഡറിന്റെ ഫ്രണ്ട് വെച്ചിട്ടായതുകൊണ്ട് അവൾക്ക് പറ്റത്തില്ല എന്ന് പറയാനും പറ്റാത്ത അവസ്ഥയായിപ്പോകും. അതുകൊണ്ട് തന്നെ ചെല്ലാമെന്ന് അവൾ സമ്മതിക്കും. ഇന വന്നിരിക്കുമ്പോൾ തന്നെ സീറ്റ് ബെൽറ്റ് ഇടും. ഡ്രൈവിന് പോവല്ല എന്ന് അവൾ മറന്നുപോയി എന്ന് അവന് മനസ്സിലാവും. അത് ഊരി ഇട്ടോളാനായിട്ട് പറയുമ്പം അബദ്ധം പറ്റിയെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൾ പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന് പറയും. ഇയാൾ എന്തിനാണ് വെറുതെ എൻ്റെ മുമ്പിൽ പ്രിറ്റൻഡ് ചെയ്യുന്നത്? അത് ഊരി ഇട്ടിട്ടിരുന്നോളൂ, ഇതൊന്നും ഇയാൾക്ക് പരിചയമില്ലാന്ന് എനിക്കറിയാം. ഇതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇയാളെ പിന്നെ ഞാൻ വിളിച്ചതേ ഉള്ളൂ എന്നുള്ള രീതിക്ക് ഇവൻ സംസാരിക്കുമ്പോൾ, ഓ അത് ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി, ഇയാൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്കറിയാം എന്നുള്ള രീതിക്ക് ഇവള് സംസാരിക്കും. അന്ന് കണ്ട കാര്യം എന്ന് പറയുന്നുണ്ട്, അന്ന് എന്ത് കണ്ട കാര്യം എന്ന് വിളിച്ചു ചോദിക്കും. അന്ന് കണ്ടതൊന്നും മനസ്സിൽ വെക്കരുത്, ഞാൻ അത്രക്കാരനല്ല, ശരിക്കും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് ഇവൻ പറയാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ എഫ്സോണിൽ ആരോ കാർ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അവൾ കാണും. നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ പിടിക്കണമെന്ന് പറയുന്നുണ്ടേ. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ട കേസാണ്, ഞാൻ തന്നെ പോയിട്ട് അവരെ പിടിച്ചോളാം എന്ന് പറഞ്ഞു ഇവൻ ചെന്നിട്ട് ഡോറിൽ തട്ടി തുറക്കാനായിട്ട് പറയും. ഇവൻ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഡയറക്ടർ കിമ്മും വേറൊരു ലേഡിയാണ് അതിനകത്ത്. ഹീജൂൺ ഷോക്ക്ഡായിട്ട് നിൽക്കും. ഇനി അന്നേരം അങ്ങോട്ടേക്ക് വന്നിട്ട് ഡയറക്ടർ കിമ്മിന്റെ അടുത്ത് ചോദിക്കും, ഇതാണോ നിങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടെന്ന് പറഞ്ഞത്? മറ്റാരെക്കാട്ടിലും ഇത് ഇനപ്രോപ്രിയേറ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആണ്, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരാനായിട്ട് പറയും. അങ്ങനെ അവിടെ പാർക്കിംഗ് പ്രൊഹിബിറ്റ് ചെയ്യും. രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിരുന്നത് ഇനി നടക്കത്തില്ല എന്ന് ഹീജൂണിന് മനസ്സിലാവും. അവൻ ആ ഷോക്കിലാണ്. ഇയാളുടെ നേരത്തെയുള്ള സൂപ്പർവൈസർ ആയിരുന്നു, എന്നിട്ട് പോലും കണ്ണിച്ചോരയില്ലാതെ മുഖം നോക്കാതെ അയാളെ റിപ്പോർട്ട് ചെയ്യാൻ കാണിച്ച ധൈര്യം സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ അപ്രിഷിയേറ്റ് ചെയ്യും. പകുതി കളിയാക്കിയും കൂടിയാണ് അവൾ പറയുന്നത്. സോങ്ങിനെ വെറുതെ വിട്ട കൂട്ട് ഇയാളെയും വെറുതെ വിടുവായിരിക്കും എന്നുള്ള ഒരു ചിന്ത അവനെ നേരം വരും. പക്ഷെ അത് ചോദിക്കുന്നുണ്ട്, ഒരിക്കലും ഇല്ല, സോങ്ങിന്റെ പോലെ അല്ല ഇയാളുടെ കാര്യം. ഇയാള് കമ്പനിയിലെ ഒരു മെയിൻ എക്സിക്യൂട്ടീവ് ആണ്. അതുകൊണ്ട് തന്നെ അയാളെ ഉടനെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് പറ്റും. അയാൾ ഒരു ജോലിയും ചെയ്യുന്ന ഒരാൾ ആയിരുന്നില്ല, പ്രസിഡന്റുമായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയൊന്നും ചെയ്യാതെ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വൈസ് പ്രസിഡന്റിന് അയാളെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അയാളെ പുറത്താക്കാനായിട്ട് വൈസ് പ്രസിഡന്റിന് നല്ലൊരു റീസൺ കിട്ടുകയും ചെയ്തു. അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്, അയാളെ ഉടനെ തന്നെ ഇവിടുന്ന് ഫയർ ചെയ്യുമെന്ന് അവള് കീജോണ്ടെടുത്ത് പറയും. രാവിലെ പാട്ടൊക്കെ പാടി സന്തോഷത്തോടെ പോയ അവൻ തിരിച്ചു വരുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ്. അവൻ ഡയറക്ടർ കിമ്മിനെ വിളിച്ചു നോക്കും, പക്ഷെ ഫോൺ കണക്ട് ആകുന്നില്ല. ജയൂല് പ്രസിഡന്റിനെ കാണാനായിട്ട് വരും. അവന്റെ അച്ഛനാണ്. നീ മനഃപൂർവ്വം ഡയറക്ടർ കിമ്മിനെ പറ്റി അന്വേഷിച്ചാണോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അത് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണെന്ന് പറയും. ഇപ്പോഴും നിനക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാറായിട്ടില്ലല്ലേ, ഞാൻ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ഞാനൊന്നും എഴുതി തന്നിട്ടില്ല, സ്വന്തമായിട്ട് പ്രൂവ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇയാളകത്തേക്ക് പോകുന്നത്. അവനും പുറകെ ചെല്ലും. അന്നേരം പ്രസിഡന്റിന്റെ രണ്ടാമത്തെ വൈഫ് അങ്ങോട്ടേക്ക് വരും. അവരെ ഇഷ്ടമില്ലാത്ത രീതിക്കാണ് ജയ്ഗുളിനെ നോക്കുന്നത്. അവൻ പക്ഷെ അവരെ ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ മോൻ വന്നിട്ടുണ്ടെന്ന് അവർ പറയും. അയാൾക്കപ്പോൾ രണ്ടാമതൊരു മോൻ കൂടിയുണ്ട് രണ്ടാമത്തെ വയസ്സിൽ. രണ്ടാമത്തെ ആള് പ്രശ്നക്കാരനായതുകൊണ്ട് ഇയാള് പുറത്തെവിടെയോ പറഞ്ഞു വിട്ടേക്കുമായിരുന്നു.
എന്റെ ആദ്യത്തെ മോൻ തീരെ സോഫ്റ്റ് ആണ്, രണ്ടാമത്തെ ആള് റെക്ലെസ് ആണ്. ഇങ്ങനെ രണ്ടുപേരാണല്ലോ എനിക്ക് കിട്ടിയത്, നിന്റെ അടുത്ത് ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പ്രസിഡന്റ് ഇളയാളെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ ഇളയാള് പ്രസിഡന്റുമായിട്ട് കുറച്ചും കൂടി ക്ലോസ് ആണ്. പ്രസിഡന്റ് കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടാണ് അവൻ വന്നേക്കുന്നത്. ഇപ്പോ അച്ഛൻ ഹാപ്പി ആയല്ലോ, ഇനിയിപ്പോ ഞാൻ തിരിച്ചു വരുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. തന്നെയല്ല, ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒഴിവുണ്ടെന്ന് കേൾക്കുകയും ചെയ്തു എന്ന് ഇവൻ അർത്ഥം വെച്ച് പറഞ്ഞിട്ട് ജെയ്യൂളിനെ നോക്കും. ജെയ്യൂൾ അന്നേരം തന്നെ ഓഫീസിലേക്ക് തിരിച്ചു വന്നിട്ട് മിസ് പാർക്കിന്റെ അടുത്ത് പ്രൊമോഷൻ ഡ്യൂ ആയിട്ടുള്ള ആളുകളുടെ എല്ലാം ലിസ്റ്റ് വേണം, എല്ലാവരുടെയും ഇവാലുവേഷൻ റിപ്പോർട്ടും വേണം എന്ന് പറയും. ഇവനാണെങ്കിൽ ടൈ ഒക്കെ ലൂസാക്കിയിട്ടാണ് കയറി വരുന്നത് കണ്ടിട്ട് ഇവള് അത് ശരിയാക്കി കൊടുക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, ഞാൻ അരമണിക്കൂറിനുള്ളിൽ മീറ്റിങ്ങിന് പോകും, അതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു. അവന്റെ അവസാനത്തെ പ്രതീക്ഷയും പിടിവലിയായിരുന്ന ഡയറക്ടർ കിം ഓഫീസിൽ നിന്ന് പോകുന്നത് സങ്കടത്തോടെ കീജൂൺ നോക്കി നിൽക്കും. വെൽക്കം പാർട്ടിക്ക് ചെല്ലുമ്പോൾ എല്ലാവരുടെ മീന സന്തോഷത്തോടെയൊക്കെ സംസാരിക്കുന്ന കാണുമ്പോൾ അവനങ്ങ് ദേഷ്യമാവും. അവളെ കൊല്ലാനുള്ള ദേഷ്യം ഇപ്പൊ അവനുണ്ട്. അവളാണെങ്കിൽ ചെന്നിട്ട് സൂചി ഒക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ മൈൻഡ് ചെയ്തൊക്കെ ആദ്യം ഇരിക്കും. അപ്പൊ എല്ലാവരും നോക്കുന്നു എന്ന് മനസ്സിലാവുമ്പോൾ അവൻ ഒന്നും മിണ്ടാതെ ഗ്ലാസ് ഒക്കെ കാണിച്ചു കൊടുക്കും. നോ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കൊക്കെ അറിയത്തില്ലേ, എല്ലാവരും വന്ന് അപ്രീഷിയേറ്റ് ചെയ്തേന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പറയുന്ന കൂടെ കേൾക്കുമ്പോൾ ഇവന് ദേഷ്യം കൂടും. കുറെ നേരമൊക്കെ മിണ്ടാതിരുന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അവനെ ദേഷ്യം സഹിക്കാതെ വന്നിട്ട് അവളോട് ചെന്ന് ചോദിക്കും, എന്തിനാണ് എന്നെ ഇങ്ങനെ പണിഷ് ചെയ്യുന്നത്? ശരിയാണ്, ഞാൻ കിസ് ചെയ്തു എന്ന് വെച്ചിട്ട് അത് ഇത്ര വലിയ തെറ്റാണോ? അത് തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ, ഇവിടെ എല്ലാവരും കിസ് ചെയ്യാറില്ലേ, നിങ്ങളും കിസ് ചെയ്യാറില്ലേ എന്ന് അവളുടെ ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ അവള് മൈക്ക് എടുത്ത് അവന്റെ വായിക്കകത്തോട്ട് കുത്തിക്കയച്ചു. കാര്യങ്ങളൊക്കെ മിസ് പാർക്കും അറിയും. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ അവന് ഹാങ് ഓവർ മെഡിസിൻ ഒക്കെ അവളെടുത്ത് കൊടുക്കും. അത്രയും നാളെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. ഏത് ടീമിൽ വർക്ക് ചെയ്താലും എല്ലാവർക്കും അവന് വലിയ കാര്യമായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് അവനോട് ദേഷ്യം തോന്നുമ്പോൾ എങ്ങനെ തോന്നുന്നു എന്നൊക്കെ മിസ് പാർക്ക് അവനോട് ചോദിക്കും. മിസ് ജൂവിന് ദേഷ്യമായിട്ടുണ്ടാവും, എന്നാലും ഇതൊക്കെ മറക്കുമായിരിക്കും അല്ലേ എന്ന് അവൻ ചോദിക്കുന്നുണ്ടേ. നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ അവരെ നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അതുപോലെ ഒരാളോട് നമുക്ക് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അയാളെ നമ്മൾ വെറുത്തോണ്ടും ഇരിക്കും. അങ്ങനെയാണ് മനുഷ്യരെല്ലാം എന്ന് മിസ് പാർക്ക് അവനോട് പറയും. അവനാണെങ്കിൽ ജോലിക്ക് പോകാൻ തന്നെ തോന്നുന്നില്ല, റിസൈൻ ചെയ്യണമെന്നൊക്കെ അവൻ ആലോചിക്കും. കിജൂൺ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതിനടുത്ത് തന്നെ അപ്പോളജൈസ് ചെയ്യും. ഇയാള് ഡിസപ്പോയിന്റഡ് ആയി എന്ന് എനിക്കറിയാം, കാരണം ഇനിയിപ്പോ ഇവിടുന്ന് മാറിയിട്ട് ഡയറക്ടർ കിമ്മിന്റെ ടീമിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. ഇവിടുന്ന് മാറണമെന്നുണ്ടായിരുന്നെങ്കിൽ എന്നോട് വന്ന് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ, അതിന് പകരം എന്റെ കുറ്റം മാറിയിരുന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്ന് അവനോട് പറയുമ്പോഴത്തേക്കിനും അവൻ ഞെട്ടും. ഇവള് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവും. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി, ആ ടീം ഇനി ഇപ്പൊ ഫോം ചെയ്യത്തില്ല, കാരണം അയാളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവള് മിണ്ടാതിരിക്കും. നല്ല പണി കിട്ടിയെന്ന് അവന് മനസ്സിലാവും. അവൻ തിരിച്ച് സീറ്റിലേക്ക് ചെല്ലുമ്പോൾ ടീം മെമ്പേഴ്സ് എല്ലാം ഓരോ രീതിക്ക് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവൻ ആകെ ദേഷ്യമായിട്ടിരിക്കുകയാണ്. നാണക്കേടുമായി, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കും. അത്യാവശ്യം പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അടുത്ത ജോലി കിട്ടുന്നത് വരെ നിൽക്കാനുള്ള പൈസ ഉണ്ട്, അതുകൊണ്ട് റിസൈൻ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് റെസിഗ്നേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്ത് പ്രിന്റ് കൊടുത്ത് ദേഷ്യത്തിൽ അതും എടുത്ത് അവളുടെ അടുത്തേക്ക് ചെന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. അന്നേരം ഒരു ടീം മെമ്പർ അവനെ തിരിച്ചു വിളിക്കും. അവർ കൊടുത്ത പ്രിന്റ് ആണ് അവൻ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞ് അവൻ നോക്കുമ്പോഴത്തേക്കിനും ശരിയാണ്, അവന് തെറ്റിപ്പോയി. അവൻ അങ്ങനെ അത് തിരിച്ചു കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് തിരിച്ചു വരും. എന്നിട്ട് വീണ്ടും സീറ്റിനടുത്തേക്ക് വരുമ്പോഴത്തേക്കിനും അവന് പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടാവും. ഓഡിറ്റ് ടീം ഹെഡായ ഇനക്കെതിരെയുള്ള കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് മെയില്. ഇന ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തേക്കുകയാണ്. ആരോ അനോണിമസ് ആയിട്ടാണ് ഇവർക്ക് മെയിലെല്ലാം ചെല്ലുന്നത്. അവൻ ആ ഷോപ്പിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് നേരത്തെ വരെ അവിടെ ഉണ്ടായിരുന്ന ഇന അന്നേരം സീറ്റിലില്ല എന്ന് കാണാം.